ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AFWORLD. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ ഒരു ഉപയോഗവും ഇല്ലാതെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. ആ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണ് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഫോണിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചില ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളാണ് തീരെ ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉപയോഗം ഇതുകൊണ്ട് ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ ഫോണിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട്, ഫോണിന്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ചിലപ്പോ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റിന്റെ ചിത്രം ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായിട്ട് റോക്കറ്റ് ഇങ്ങനെ പൊട്ടിയൊക്കെ പൊന്തിച്ച് പാറി പോകുന്നത് കാണാം. അപ്പോൾ ചിലപ്പോൾ ഒരു 556 MB ക്ലിയറിനോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് ചെറിയൊരു പോപ്പപ്പ് പോലെ വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ആപ്ലിക്കേഷനുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഒരു ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷനുകൾ. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളെ ചില ആപ്ലിക്കേഷനുകളെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, അതിന്റെ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക റൺ ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. പക്ഷെ ഇതുകൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ചാർജും കാര്യങ്ങളൊക്കെ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് കുറക്കാനും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരത്തിന് ഒന്ന് സ്പീഡ് കൂടി കഴിഞ്ഞാലും പിന്നീട് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാങ്ങിന് ഈ ഒരു സംഗതി, ഈ ഒരു സ്പീഡ് കൂട്ടുന്ന ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ എന്തായാലും കാരണമാവും. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തേത് നമ്മുടെ ക്ലീൻ മാസ്റ്ററുകൾ പോലുള്ള ആപ്ലിക്കേഷൻ പോലുള്ള ആപ്ലിക്കേഷനുകളാണ്. അതായത് നമ്മളെ ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇത്രയും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പലയിടത്തുനിന്നും പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അധികം ഇങ്ങനത്തെ ഓരോരോ ആപ്ലിക്കേഷന്റെ ഒക്കെ പരസ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറ്. ഈ ആപ്ലിക്കേഷനുകളിൽ ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് ഫയൽസ് ഒരുപാട് ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്യാം. ഈ ക്യാഷ് ഫയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ആപ്ലിക്കേഷന്റെ അതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു എന്താ പറയുക ബാക്കപ്പ് ഡാറ്റ എന്നൊക്കെ പറയില്ല, അതേപോലെ സംഗതിയാണ് ഈ ക്യാഷ്. അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ ഒരുപാട് തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ എന്തായാലും കാണേണ്ടി വരും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനുകളെ നമ്മുടെ ബാറ്ററിനെ കൂടെ ബാധിക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ അടിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് എന്ന് കാണാൻ കഴിയും. സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ക്യാഷ് ഡാറ്റ. അത് എടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്യാഷ് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാവുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മളൊരു ആപ്ലിക്കേഷൻ വെറുതെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇനി ഏതായാലും നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അല്ലെങ്കിൽ അധികം ആളുകളുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഫേസ്ബുക്ക്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാറ്ററി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് നേരത്തും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏത് നേരത്തും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപയോഗമില്ലാത്തൊരു ആപ്ലിക്കേഷൻ. ഒരു ഉപയോഗം തീർത്ത് പറയുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഉപയോഗം ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫേസ്ബുക്ക്. ഈ ഒരു ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ ഡാറ്റ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരുപാട് കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1 GB മേലൊക്കെ ചിലപ്പം ഈ ഒരു ആപ്ലിക്കേഷന്റെ മാത്രം ഡാറ്റ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് മാത്രമൊന്നും വലിയ രീതിയിലുള്ള സംഗതികളൊന്നും ആ ആപ്ലിക്കേഷനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഈ ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രൗസറിൽ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സുഖമാണ്. ഇങ്ങനെ ഈ വെറുതെ ഈ ഒരു ആപ്ലിക്കേഷന്റെ കാര്യം ഒരു ആവശ്യമില്ല. ഈ ഒരു ബ്രൗസർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം പേജിൽ ഈ ഒരു ഫേസ്ബുക്കിന്റെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ബാറ്ററി സേവറുകളാണ്. ബാറ്ററി സേവർ ആപ്ലിക്കേഷനുകൾ ഒരുപാട് പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. പക്ഷെ ഇതിൽ നിന്ന് ഉള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പെർമിഷനുകളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഡാറ്റാസ് അവർ ചോർത്തിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ ഫേസ്ബുക്ക് അല്ലാത്ത ഫേസ്ബുക്ക് നമ്മുടെ ഒരുപാട് ഡാറ്റാസ് ഇപ്പൊ ചോർത്തിയ വലിയൊരു വിവാദത്തിലാണ്. അപ്പോ അതിനു മുന്നേ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷനുകൾ ഈ ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഡാറ്റാസ്, പെർമിഷൻസ്, ആവശ്യമില്ലാത്ത പെർമിഷൻസ്, ഇങ്ങനെ ഒരു ചെറിയൊരു മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫയൽസ് ബ്രൗസ് ചെയ്യാനുള്ള ഒരു
പെർമിഷൻ ഒന്നും ഈ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ലാത്ത ഒരുപാട് പെർമിഷനുകൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ഡാറ്റാസ് അവർ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ബാറ്ററി സേവറുകളുടെ കാര്യം പറഞ്ഞത്, ബാറ്ററി സേവറുകൾ ജസ്റ്റ് കിടന്നു കാരണം എന്നിട്ട് 1 മണിക്കൂർ ലാഭിച്ചു അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ലാഭമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പ് മെസ്സേജ് ഒക്കെ വരും. പക്ഷെ സംഭവം ഇത് സത്യമല്ല. ഇത് നമ്മുടെ റൂട്ട് ചെയ്ത ഫോണുകളാണെങ്കിൽ ചില സോഫ്റ്റ്വെയറുകൾ മാത്രം ഇതേപോലെ കുറച്ച് ബാറ്ററി കപ്പാസിറ്റി കൂട്ടും, കുറച്ച് കൂടുതൽ നേരം ബാറ്ററി നിൽക്കാൻ വേണ്ടി സഹായിക്കും. അല്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ അല്ലെങ്കിൽ റൂട്ട് ചെയ്യാത്ത ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അധിക ആപ്ലിക്കേഷനുകളും വെറുതെ ഫേക്ക് ആണ്. ഒരുപാട് പരസ്യങ്ങൾ അവർ അതിൽ നിന്ന് നമ്മളിലേക്ക് എത്തിക്കും. ആ ഒരു പരസ്യത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് വരുമാനം കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനുകളുടെ, ഈ ഒരു ബാറ്ററി സേവർ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി 5ാമത്തെ ആപ്ലിക്കേഷനുകൾ ഏതാണെന്ന് നോക്കാം. 5ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഉപയോഗമില്ലാതെ നമ്മളൊരു ഫോൺ വാങ്ങി കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിൽ വെറുതെ കയറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിയ ടൈമിൽ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത MIന്റെ ഒരുപാട് വേറെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗൂഗിൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന വേറെ കുറെ സംഗതികളുണ്ട്. ഇതൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാനിപ്പോ ഈ 5 തരം ആപ്ലിക്കേഷനുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ 5 തരം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കാം. അപ്പൊ ഈ ഫേസ്ബുക്ക് ഒക്കെ അത്ര പെട്ടെന്ന് എല്ലാവർക്കും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിക്കോളന്നില്ല. കാരണം ഏത് നേരത്തും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവര് ജസ്റ്റ് ഈ ഒരു ലൈറ്റ്, ഫേസ്ബുക്ക് ലൈറ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്രോം ബ്രൗസറിൽ കയറുക, എന്നിട്ട് അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ട് അതിന്റെ ചെറിയൊരു ഷോർട്ട് കട്ട് നമുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് കൊടുത്തു വെക്കാൻ കഴിയും. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി ഒന്ന് സ്പീഡ് കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ബാറ്ററി കപ്പാസിറ്റി കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് വീണ്ടും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ബൈ.